എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെക്ക് ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നയനയെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശിന് ആകെപ്പാട് ടെൻഷനായിപ്പോയി. അവൾ എങ്ങോട്ട് പോയതായിരിക്കും? ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, സ്വിച്ച് ഓഫും ആണ്. ദൈവമേ, ഇനി എങ്ങോട്ടായിരിക്കും പോയത്? അവൾ പറയാതെ എങ്ങോട്ടാ പോകുന്നേ? അങ്ങനെ പറയാതെ പോകുന്നതല്ല, ആരുടെയെങ്കിലും പറഞ്ഞിട്ടോ പോവാറുള്ളൂ. ഇനിയിപ്പോ അവളെ ആരെങ്കിലും കടത്തിക്കൊണ്ട് പോയി കാണുമോ? അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരുന്നേ. അവര് വന്നിട്ട് എന്താണ് മോനെ, നയനമോളെ കണ്ടില്ല എന്ന് ചോദിക്കുകയാണ്. ഇല്ല മുത്തശ്ശാന്ന് പറഞ്ഞു. കണ്ടില്ലേ, പിന്നെ അവളിത് അവിടെ പോയി? ഈ രാത്രിയില് അതും ആരോടും പറയാതെ അങ്ങനെ പോകുന്നല്ലോ. നീ ഫോൺ വിളിച്ച് ചോദിച്ചില്ലെന്ന് ചോദിക്കുകയാണ്. ഫോൺ വിളിച്ചു മുത്തശ്ശ, പക്ഷെ സ്വിച്ച് ഓഫ് എന്നാ പറയണേ. സ്വിച്ച് ഓഫ്? അതെന്താ അങ്ങനെ? അങ്ങനെ വരാൻ വഴിയുള്ളതല്ലോ. നീ പുറത്തൊക്കെ നോക്കിയോന്ന് ചോദിക്കും. പുറത്തെല്ലാം നോക്കിയെന്ന് പറയാണ്. ഈ സമയത്താണ് ദേവേനെയൊക്കെ കൊണ്ട് കടന്നു വരുന്നത്. ദേവേനയുടെ ഒപ്പം തന്നെ ജലജ, അഭി എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ ദേവേനെ വന്ന വഴി ചോദിച്ചു, എന്താണ് മോനെ കേൾക്കുന്നത്? നയനെ കാണാനില്ലെന്ന് പറയുന്ന കേട്ടല്ലോ എന്ന് പറയാണ്. അതേമ്മേ, നയനെ കാണാനില്ല. നീ ഈ വീട് മൊത്തം നോക്കിയെന്ന് ചോദിക്കും. ഇവിടെ എല്ലാം നോക്കിയെന്ന് പറയണം. പുറത്തൊക്കെ ഇറങ്ങി നോക്കി, അവിടെ എങ്ങും ഇല്ലാന്ന് പറയണം. അതെങ്ങനെയാ? അവള് പറയാതെ ഒരിടത്തും പോവാറില്ലോ. ഒന്നെങ്കിലും മുത്തശ്ശനോട് പറയും, അല്ലെ നിന്നോടോ എന്നോട് ആരുടെയും അനുമതി വാങ്ങിച്ചിട്ടല്ലേ അവൾ എവിടെയും പോവാറുള്ളെന്ന് ചോദിക്കുകയാണ്. അല്ല, നീ അവളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കും. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായില്ലമ്മേ. അല്ല, ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലമ്മേ. അല്ല, അങ്ങനെയാണെങ്കിൽ അവൾ ഒരിടത്തും പോകത്തില്ലോ. ഒരു കാരണമില്ലാതെ അങ്ങനെ അവൾ അങ്ങോട്ട് ഇറങ്ങിപ്പോവോ? എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ അവൾ പോവാനായിട്ട്? ഇനിയിപ്പോ അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകാൻ മറ്റേ ചെയ്തതാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് പറഞ്ഞു കേട്ടപ്പോഴത്തേനും ജലജ അബീനെ ഒന്ന് നോക്കുവാണ്. അബി ഇങ്ങനെ ജലജ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് മട്ടില് കണ്ണടച്ച് കാണിക്കുകയാണ്. ദേവേന് വിളിച്ച്, കഴിഞ്ഞ പ്രാവശ്യം നവ്യനെ കടത്തിക്കൊണ്ട് പോയി അവനെ അറിയാലോ, അവനെങ്ങാനും ഇങ്ങോട്ട് വന്നോ എന്ന് പറയാൻ പറ്റില്ലോ എന്നുണ്ട്. മുത്തശ്ശൻ പറഞ്ഞു, ശരിയാ, ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോന്നും പറയാൻ പറ്റില്ല. നമുക്ക് പോലീസ് കൊണ്ട് പരാതി കൊടുത്താലോന്ന് ചോദിക്കുകയാണ്. ദേവേന് പറഞ്ഞു, വേണ്ട വേണ്ട, പോലീസ് പരാതി കൊടുത്ത റിസ്ക് ആയിരിക്കും അത്. ഇനി പോലീസ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ന്യൂസിലൊക്കെ വരും. നമ്മുടെ കുടുംബത്തിന്റെ മാനം തന്നെ പോകും, അറിയാലോ. അതുകൊണ്ട് അതൊന്നും വേണ്ട, നമ്മുടെ രീതിയിൽ നമുക്കൊരു അന്വേഷണം നടത്താന്ന് പറയണം. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, ചിലപ്പോൾ ഒരുപക്ഷെ നയനമോളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവോ? ദേവേന് പറഞ്ഞേ, അങ്ങനെ വീട്ടിൽ പോവല്ല അവള് പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടോ പോകത്തുള്ളൂ. അല്ലെങ്കിലും അവൾ അങ്ങനെ ഈ പാതിരാത്രി സമയത്ത് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലോ. അവളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇന്നിങ്ങോട്ട് വന്നതല്ലേ, പിന്നെ എന്ത് കാര്യത്തിന് അവൾ ഈ രാത്രി പോകുന്നേ? അങ്ങോട്ടൊന്നും പോയി കാണില്ലെന്ന് പറയാണ്. അന്ന് അമ്മ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. വേണ്ട വേണ്ട, ഇനി അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. അവളുടെ അച്ഛൻ എന്തോ അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ. ഇനിയിപ്പോൾ അങ്ങോട്ട് വിളിച്ചപ്പോൾ അങ്ങേർക്ക് എന്തെങ്കിലും ടെൻഷനായി എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറ്റം മൊത്തം നമ്മുടെ തലയിലായിരിക്കും. അതിന്റെ ആവശ്യമില്ല. അവരെങ്കിലും അവിടെ സമാധാനത്തോടെ ഇരിക്കട്ടെ എന്ന് പറയാണ്. ഈ സമയത്ത് ജലജയ്ക്ക് അവിടെ ദേഷ്യം വന്നു. പാതിരാത്രി മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് അവൾ എങ്ങോട്ടോ തുള്ളിക്കളിച്ച് പോയേക്കുന്നു. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, ഇവര് കുടുംബക്കാരെ ഇങ്ങനെയാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഒരുത്തി പോയിട്ട് ഒരുത്തിനെ ആരാണ് തട്ടിക്കൊണ്ടുപോയി. ഇനി ഇങ്ങനെയൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അവളും കൊള്ളാം, അവളുടെ ചേച്ചിയും കൊള്ളാന്ന് പറയണം. നബിക്ക് ദേഷ്യം വന്നു. നബി പറഞ്ഞു, എന്നെ എന്തിനാ പറയണേ? ഞാൻ ഇങ്ങനെ ഒരു പാതിരാത്രി ഒരിടത്തേക്കും ഇറങ്ങി പോയിട്ടില്ലെന്ന് പറയണം. ചേച്ചി, നീ ഭയങ്കര ഫസ്റ്റ് ആണല്ലോ, ഒരിടത്തേക്കും ഇറങ്ങി പോയിട്ടില്ല പോലും. നീ അവളുടെ ചേച്ചിയല്ലേ, ആ സ്വഭാവം തന്നെയല്ലേ നീ കാണിക്കുള്ളൂ എന്ന് പറയണം. ആദർശന് അങ്ങോട്ട് ദേഷ്യം വന്നു. ആദർശ് പറഞ്ഞു, അല്ല നബിയെ, കഴിഞ്ഞ പ്രാവശ്യം നിന്നെ കാണാതെ പോയി കഴിഞ്ഞപ്പോ നയന ഇവിടെ എത്രമാത്രം വേദനിച്ചെന്നറിയാവോ? എന്റെ മുന്നിൽ വന്ന് കരഞ്ഞിട്ടാ പറഞ്ഞു എന്റെ ചേച്ചിനെ എങ്ങനെയും രക്ഷിക്കണോന്ന്. അതിന് പകുതി സ്നേഹം നീ കാണിക്കണ്ടോ? അതിന് പകുതി വിഷമം പോലും നിന്റെ മുഖത്ത് കാണുന്നില്ലോ. അവൾ എങ്ങോട്ടേലും ഒന്ന് പോട്ടെ എന്ന രീതിയിലാണല്ലോ നിന്റെ മനോഭാവം എന്ന് പറയാണ്. നബി പറഞ്ഞു, അവൾ എങ്ങോട്ടേലും ഇറങ്ങിപ്പോയി ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. ദേവേനി പറഞ്ഞു, കൊള്ളാം, നീയും കൊള്ളാം, നിന്റെ അമ്മയും കൊള്ളാം, രണ്ടുപേരും നല്ല അടിപൊളി ആൾക്കാരെന്ന് പറയാണ്. ഇനിയിപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് മുത്തശ്ശൻ പറയണേ. എത്രയും പെട്ടെന്ന് നയനയെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കണം, അല്ലെ പരസ്പരം ഇങ്ങനെ കുറ്റം പഠിച്ചിട്ട് കാര്യമുണ്ടോ? മുത്തശ്ശി പറഞ്ഞു, ശരിയാ, അവൾ എങ്ങോട്ട് പോയി എന്താണെന്നൊന്നും അറിയത്തില്ല എന്ന് പറയാണ്. ഈ സമയത്താണെങ്കിൽ നന്ദു എന്ത് ചെയ്യുവാണ്? നന്ദു മുറിയിലേക്ക് കയറി കഴിഞ്ഞിട്ട് നന്ദു ഇങ്ങനെ ആലോചിക്കുവാണ്. ദൈവമേ, തന്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ കടന്നു പോയിട്ടുണ്ട്. അതും അനിയ അനാമിയെ കുറിച്ച്. അവർ തമ്മിൽ ഒന്നിക്കാതിരിക്കോ എന്തേലുമൊക്കെ ചെയ്യട്ടെ. അത് താൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? സ്വന്തം മനസാക്ഷിയോട് തന്നെയാ നന്ദു ചോദിക്കണേ. ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. വെറുതെ എന്തിനാ അവരുടെ ജീവിതത്തിലേക്ക് കയറി ചെന്ന് അവരുടെ ഉള്ള സമാധാനം താൻ കളയണത്? പക്ഷെ എന്നാലും അങ്ങനെ പറഞ്ഞാലും നന്ദുവിന്റെ ഉള്ളിൽ വീണ്ടും ഒരു ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്. അനിയെ താൻ സ്നേഹിച്ചിരുന്നു എന്നൊരു ചിന്ത അപ്പോഴാണ് നന്ദുവിന്റെ ഉള്ളിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൈവിട്ട് പോകുന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോഴ് വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സ് വെറുതെ കൊണ്ടുനടക്കണ്ട. അവൻ സുഖമായിട്ട് ജീവിക്കട്ടെ, അവൻ ഇഷ്ടമുള്ള പെണ്ണേം കിട്ടി അവൻ ജീവിക്കട്ടെ. അല്ലെങ്കിൽ താൻ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നേ? ഇതെങ്ങാനും എന്റെ വീട്ടിൽ ഇവിടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പിന്നെ സംഭവിക്കാൻ പോന്നേ?
തൻ്റെ 2 ചേച്ചിമാരുടെ ജീവിതം തകരും. താനായിട്ട് അവിടെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല. അല്ലെങ്കിലും അനന്തപുരിയിലുള്ളവർ ഒരിക്കലും അനിയും താനും തമ്മിൽ ഒന്നിക്കാനായിട്ട് സമ്മതിക്കില്ല. ഒരു വീട്ടിൽ നിന്ന് തന്നെ 3 പെൺപിള്ളേർ ഒരു ഇടത്തേക്ക് കെട്ടിക്കൊണ്ട് പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിയാവുന്ന കാര്യമില്ല. വെറുതെ ഉള്ള എന്തെങ്കിലും മോഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പോഴും ഞങ്ങൾ എടുത്തു കളഞ്ഞാലും നന്ദുന്ന് മനസാക്ഷി എന്നെ നന്ദുവിനോട് പറയാണ്. ഈ സമയത്ത് അനി കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നന്ദു കോൾ എടുത്തില്ല. വേണ്ട, കോൾ എടുക്കടാ, എന്തിനാ കോൾ എടുക്കുന്നത്? ഇനിയിപ്പോൾ സംസാരിക്കാൻ പോയിട്ട് തനിക്ക് വിഷമമാവും. പണ്ടത്തെ പോലെ ഇനി സംസാരിച്ചുകൂടാ. അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനാ. അവൻ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ. അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു നന്ദുവിൻ്റെ ഉള്ളിലുണ്ടാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ പറഞ്ഞു, അതെ എല്ലാവരും ഓരോ സ്ഥലത്തൂടെ പോയി അന്വേഷിക്കുക. അപ്പം ആദർശിൻ്റെ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനും അനിയുടെ അച്ഛനും ഞങ്ങൾ 2 പേരും ഒരു വണ്ടിക്ക് പോകാം. ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി അന്വേഷിക്കാം. അനി വേറെ പോട്ടെ, അതോടൊപ്പം ഞാൻ ആദർശം വേറെ പോയി അന്വേഷിക്കട്ടെ എന്ന് പറയണം. അപ്പൊ അബി അന്വേഷിക്കാൻ പോകുന്നുണ്ട്. അവരെല്ലാം വേറെ വേറെ രീതിക്കാണ് അന്വേഷിക്കാൻ പോകുന്നത്. എല്ലാവരും കൂടെ ഒരു വണ്ടിക്ക് പോയിട്ട് കാര്യമില്ലോ. 4 പേരും 4 വഴിക്ക് പോയിട്ടല്ലേ കാര്യമുള്ളൂ. എവിടെയെങ്കിലും വെച്ച് നയനെ കണ്ടാലോ? അവൻ അവരെല്ലാം അന്വേഷിക്കാൻ പോവാണ്. അങ്ങനെ കുറെ ദൂരം ചെന്നിട്ടൊന്നും ഒരിടത്തും കാണാൻ പറ്റില്ല. ഈ സമയത്ത് നയന എങ്ങോട്ടെന്നില്ലാതെ നടക്കുമായിരുന്നു. നയനയ്ക്ക് എങ്ങോട്ട് പോണേന്ന് പോലും അറിയത്തില്ല. നയനയുടെ ഉള്ളില് അവിടെ ഉണ്ടായ സംഭവങ്ങൾ ആ കത്തിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളാ. അപ്പൊ ഇത്ര മാത്രം തന്നെ ആദർശേട്ടൻ വെറുത്തിരുന്നു. താൻ ഒരിക്കൽ പോലും അത് ചിന്തിച്ചിട്ട് കൂടിയില്ല. ഓരോ തവണ ആദർശേട്ടന്റെ സ്നേഹം കാണുമ്പോൾ വിചാരിച്ചുകൊണ്ടിരുന്നേ ആദർശേട്ടൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എല്ലാ കണക്കൂട്ടലും തെറ്റിച്ചിരിക്കും. അമ്മേനെ ഇപ്പോഴും ഇഷ്ടം. അമ്മയ്ക്ക് വേണ്ടിയാ തന്നെ ഒഴിവാക്കി വെച്ചിരിക്കുന്നത്. അല്ല, മുത്തശ്ശന് വേണ്ടിയാ തന്നോട് സ്നേഹം കാണിക്കാൻ തന്നെ. ഇനി ഒരുപക്ഷെ മുത്തശ്ശന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? എനിക്ക് ചിന്തിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടിയില്ല. ഇനിയിപ്പോൾ തൻ്റെ ആവശ്യം അവിടെ ഇല്ല. അല്ലെങ്കിലും ആദർശേട്ട ഭർത്താവിന് ഇഷ്ടമില്ലാത്തത് പിന്നെ താൻ അവിടെ തുടരുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഇനി അവിടെ നിന്നിട്ടും കാര്യമില്ലെന്നോർത്ത് നയന ഇങ്ങനെ നടക്കുകയാണ്. റോഡ് സൈഡിൽ ചേർന്നാണ് നടക്കുന്നത്. പക്ഷെ വണ്ടിയൊക്കെ ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട്. അതൊന്നും നയനെ അറിയുന്നതും കൂടി ഇല്ലായിരുന്നു. ആദർശിന്റെ ഓരോ സ്നേഹപ്രകടനങ്ങളൊക്കെ നയനയുടെ ഉള്ളിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കെട്ടിപ്പിടിച്ചപ്പോഴും ആ മത്സരത്തിന്റെ സമയത്ത് പിന്നീട് വിഗ്രഹങ്ങളൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് വന്ന സമയത്ത് താൻ പോയി കെട്ടിപ്പിടിക്കുന്നത്. അപ്പോഴൊന്നും ആദർശൻ ഒരു എതിർപ്പും കാണിച്ചിരുന്നില്ല. അപ്പോൾ ശരിക്കും സ്നേഹം അഭിനയിക്കുമായിരുന്നു. അതൊക്കെ ഓർത്തപ്പോൾ തന്നെ നയനയ്ക്ക് സഹിക്കാൻ പറ്റില്ല. നയനയുടെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകുവാണ്. അങ്ങനെയാണ് നയന നടന്നുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു വഴിക്ക് അന്വേഷിക്കാൻ പോയി അബി എന്ത് ചെയ്യുവാണ്? അബി അവിടെ ചെന്നിട്ടൊരു ജ്യൂസ് കടയുടെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഒരു ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ച് ആസ്വദിച്ച് അവിടെ നിൽക്കുക. അവളെ എവിടെയെങ്കിലും പോട്ടെ, അവൾ ഈ പോക്കങ്ങ് പോയാൽ മതിയായിരുന്നു. അതോടുകൂടി ഒരു ശല്യം തീർന്നു കിട്ടിയാനും. പിന്നെ അവളുടെ ചേച്ചിയുള്ളൂ, അവളെയും കൂടെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടാം. അങ്ങനെ ഒരു ചിന്തയോടുകൂടി അബി ജ്യൂസൊക്കെ കുടിച്ച് ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. ആദർശിന്റെ അച്ഛനും അനിയുടെ അച്ഛനും കാണുന്ന കടകളിൽ കൂടെ എല്ലാത്തോടും കൈ ഫോട്ടോ കാണിച്ച് ഇവിടെ എങ്ങനെ വന്നോ അങ്ങനെയൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആദർശും. അങ്ങനെ കുറെ ദൂരം ചെന്നിട്ടും ആർക്കും അതിനെക്കുറിച്ചൊരു വിവരം ഒന്നും കിട്ടിയില്ല. പിന്നീട് അങ്ങ് ചെന്നപ്പോഴത്തേനും അനി ബൈക്കും കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അനിയോട് ചോദിച്ചു, എന്താടാ വല്ല വിവരം കിട്ടിയെന്ന് ചോദിക്കുവാണ്. ഇല്ല ആദർശട്ടാ, ഒരു വിവരം കിട്ടിയില്ലെന്ന് പറയണേ. പെട്ടെന്ന് അനി അവിടെ കണ്ട കടയിൽ കയറിയിട്ട് ഒരു വെള്ളം മേടിച്ച് ആദർശം കൊടുക്കുന്നുണ്ട്. ഇതെങ്കിലും കുടിക്കുക ആദർശേട്ടാന്ന് പറഞ്ഞുകൊണ്ട്. ആദർശന് ഭയങ്കര ടെൻഷനായെന്ന് എനിക്ക് മനസ്സിലായി. ഇതെങ്കിലും കുടിക്കുക, ഇങ്ങനെ വെള്ളം പോലും കുടിക്കാതെ ഇങ്ങനെ ഓടി അലഞ്ഞിട്ട് കാര്യമില്ല. നയനടുത്ത് എന്താണെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരും, നമ്മൾ നയനടുത്തേക്ക് കണ്ടെത്തും. ആദർശേട്ടൻ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. പിന്നീട് പറഞ്ഞു, ഞാനിതേ ആ വഴിക്കൂടെ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അനി ഇങ്ങോട്ട് പോവാണ്. പിന്നീട് ആദർശന് തോന്നി ഇനിയിപ്പം ഇങ്ങനെ നോക്കിട്ട് കാര്യമില്ല. ഒരു പക്ഷേ ഇനിയിപ്പം അവളുടെ വീട്ടിലേക്ക് അവനും പോയിട്ടുണ്ടായിരിക്കോ, ഒന്ന് വിളിച്ചു നോക്കുക തന്നെ. ആദർശ് എന്ത് ചെയ്യുകയാണ്, കനകയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനക എന്ത് ചെയ്യുക, കനകയുടെ അടുത്തേക്ക് ഗോവിന്ദൻ വരുന്നുണ്ട്. അപ്പൊ ആ പ്രമാണമൊക്കെ ഉണ്ട് വീടിന്റെ. ആ പ്രമാണം കൊണ്ട് വന്നിട്ട് കനകയുടെ കയ്യിലേക്ക് നീട്ടിട്ട് പറഞ്ഞു, അതെ ഇത് കൊണ്ട് നീ ഭദ്രമായിട്ട് എവിടെയെങ്കിലും എടുത്ത് വെച്ചോളാൻ പറയാണ്. വേണ്ട ഗോവിന്ദേട്ടാ, ഇത് ഗോവിന്ദന്റെ കയ്യിൽ തന്നെ ഇരുന്നാമെന്ന് പറയണേ. വേണ്ട, നീ തന്നെ വെച്ചു. വേണ്ട ഗോവിന്ദേട്ടാ, കാരണം ഇത് എന്റെ കയ്യിൽ ഇരുന്നിട്ടാ മുമ്പേ ഞാനത് കൊണ്ടേ പണയം വെച്ചത്. നമ്മൾ ഇതിനു വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു, നമ്മുടെ നയനമോൾ എത്രമാത്രം കഷ്ടപ്പെട്ടു. വേണ്ട, ഇനി ഇത് എന്റെ കയ്യിലിരിക്കാനുള്ള യോഗ്യതയില്ല. ഇത് ഗോവിന്ദേട്ടൻ തന്നെ സൂക്ഷിച്ചു വെച്ചാൽ മതി. അല്ലെങ്കിലും എന്റെ കയ്യിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണയം വെക്കാനൊക്കെ തോന്നും, അറിയാലോ. ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. നീ ധൈര്യമായിട്ട് കൊണ്ട് വെച്ചോ. നിനക്കറിയാലോ ഇനിയിപ്പം ഇത് കൊണ്ട് പണയം വെച്ചാൽ സംഭവിക്കാൻ പോകുന്ന എന്താന്നുള്ള കാര്യം. ഇതെടുക്കാനുള്ള കഷ്ടപ്പാടൊക്കെ നീ നന്നായിട്ട് അറിഞ്ഞ. അതുകൊണ്ട് ഒരു കാരണവശാലും നീ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് അറിയാന്ന് പറയാണ്. കനക പിന്നെ അത് മേടിച്ചു. എന്നിട്ട് പറയാം, നമ്മുടെ കുട്ടികൾക്കുള്ള ഏക സമ്പാദ്യം ഇത് മാത്രമാണ്. ഈ വീടും കുറച്ച് ഈ സ്ഥലം മാത്രമേ ഉള്ളൂ. ഇത് വേണം നമ്മുടെ കുട്ടികൾക്ക് ഇനി വീതം വെച്ച് കൊടുക്കാനായിട്ട്. അല്ലാതെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഗോവിന്ദേട്ടാന്ന് പറയണം. ഗോവിന്ദൻ പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നമുക്ക് 2-3 നല്ല വർക്കുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി
സന്തോഷത്തോടെ ജീവിക്കാമല്ലോ. പിന്നെ നന്ദുവിന്റെ കാര്യം അതോടെ കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ നമ്മൾ പിന്നെ സ്വതന്ത്രമായില്ലേ, നമുക്ക് പിന്നെ എന്തെങ്കിലും നോക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കനികയുടെ ഫോണിലേക്ക് ആദർശ് വിളിക്കുന്നത്. കനക കൊടുത്ത് എന്താ മോനെ രാത്രി നിൽക്കും, എന്ത് പറ്റി, നയനമോൾ എന്തേന്ന് ചോദിക്കുകയാണ്. അല്ലമ്മ ഞാൻ വിളിച്ചൊരു കാര്യം ചോദിക്കാനായിട്ടാ. നയനെ അങ്ങോട്ട് വന്നതെന്ന് ചോദിക്കണം. നയനയോ? അതെന്താ നയന ഇങ്ങോട്ട് വന്നില്ലല്ലോ? അല്ല അവള് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് കുറെ സമയമായി, ഇതുവരെയായിട്ടും വന്നില്ലെന്ന് പറയാ. നയനെ കാണാനില്ലെന്ന് പറഞ്ഞില്ല, പുറത്ത് പോയിട്ടാ അങ്ങനെയാ പറഞ്ഞ, അല്ലെങ്കിൽ അവര് പേടിക്കില്ലേ? ഇല്ല മോനെ ഇതുവരെയായിട്ട് ഇങ്ങോട്ട് വന്നില്ലെന്ന് പറയണേ. അങ്ങനെ ഇങ്ങോട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ അവള് പറയൂലോ. അല്ല ഇത്ര സമയമായിട്ടും വരാത്ത മോൻ അന്വേഷിച്ച് നോക്കില്ലെന്ന് ചോദിക്കണം. ഞങ്ങൾ നോക്കിയായിരുന്നു, പക്ഷെ അവളെ കണ്ടില്ല. ഇപ്പൊ ഞങ്ങളോടത്ത് ഇനിയിപ്പോ അങ്ങോട്ടെങ്ങാനും വന്ന് കാണുമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചെന്ന് പറഞ്ഞത്. ഇല്ല മോനെ എന്ന് പറയണേ. പെട്ടെന്ന് ആദർശ് കോള് കട്ട് ചെയ്തു. കനയ്ക്ക് കുറെ കാര്യങ്ങളോട് ചോദിക്കാനുണ്ടായിരുന്നു, പക്ഷെ അതിനുമുമ്പ് ആദർശ് കോള് കെട്ടിയ. ഗോന്ന് ചേച്ചി എന്ത് പറ്റി കനകാന്ന് ചോദിക്കുകയാണ്. അല്ല നയനമോളെ കാണുന്നില്ല, നമ്മൾ പുറത്ത് പോയതാന്ന് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ലെന്ന്. ദൈവമേ ഇനി എന്തെങ്കിലും അവൾക്ക് സംഭവിച്ചു കാണുമോ? ആ ഗുണ്ടകളെങ്ങാനും ഇനി അവളെ തട്ടിക്കൊണ്ടു പോകാൻ പറ്റേ ചെയ്തോ? നവ്യയുടെ ചിന്തകളാ. നവ്യക്ക് സംഭവിച്ച് ഓർത്തിട്ട് അവർക്ക് ആ ഒരു ടെൻഷനാണ്. ഇനി അതുപോലെ തന്നെ നയനയ്ക്ക് വല്ലതും സംഭവിക്കുന്നത്. പെട്ടെന്ന് കനക പറഞ്ഞേ അങ്ങനെയൊന്നും വരാൻ വഴിയില്ല ഗോവിന്ദേട്ടാ, നമ്മൾ കുറെ മുമ്പല്ലേ അവിടുന്ന് പോന്ന്. ഇത്ര പെട്ടെന്ന് അവൾ എന്തിനാ പോലും പുറത്തു പോയത്? എന്താവശ്യത്തിനാ? ഇനിയിപ്പം മോനും അവളും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായി കാണുമോ? ഗോവിന്ദൻ പറഞ്ഞേ അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല. ആദർശ് പൊന്നു പോലെയല്ലേ അവളെ നോക്കും, നമ്മൾ കണ്ടതല്ലേ അവർ തമ്മിലുള്ള സ്നേഹം എത്രമാത്രം ആഴത്തിലുള്ളതെന്ന്. അവർ തമ്മിൽ ഒരു വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ എങ്ങോട്ട് പോയി? കനയ്ക്ക് ആകെപ്പോയി ടെൻഷനായിപ്പോയി. കനക പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയണേ എന്നും പറഞ്ഞ് നയനയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോഴത്തേനും ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയണേ. ഇതേ ഫോണ് വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണല്ലോ, ഇതെന്ത് പറ്റി ദൈവമേ, എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഗോവിന്ദേട്ടാ, എന്തോ അരുതാത്ത എന്തോ സംഭവിക്കാൻ പോകുന്നവല്ലെന്ന് പറയണേ. ഗോവിന്ദൻ പറഞ്ഞു നീ ടെൻഷൻ അടിക്കല്ലേ, ടെൻഷൻ അടിച്ച അസുഖങ്ങളൊന്നും വരുത്തി വെക്കണ്ട. ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് പോയി നോക്കിയാലെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ അനന്തപുരിയിൽ എല്ലാവരും ഇങ്ങനെ അക്ഷമനായിട്ട് ഇരിക്കുമായിരുന്നു. നവ്യ എന്ത് ചെയ്യുവാണ്? നവ്യ അവിടെ ചാരി, നവ്യ അവിടെ സുഖമായിട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങുവാണ് ഹാളില്. ഈ സമയം ജാനകി അവൻ നോക്കി. ജാനകി ഓർക്കും ഇത് എന്തൊരു ചേച്ചിയത്, പോയിട്ട് കാണാനില്ലെന്ന് പറഞ്ഞാൽ ഒരു കുലുക്കവും ഇല്ല, സുഖത്തോടെ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ. വേറെല്ലാവരാണെങ്കിൽ അവിടെ ആദ്യം പിടിച്ചിരിക്കുക, ഒരു വിവരം എതിരായിട്ടും കിട്ടിയില്ല. ഇടയ്ക്ക് ജാനകി വിളിച്ച് ചോദിക്കുന്നുണ്ട് അനിയുടെ അച്ഛനെ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന്. പക്ഷെ പറഞ്ഞില്ല, ഒരു വിവരം കിട്ടിയില്ലെന്ന് പറയുന്നേ. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശ് ഇങ്ങനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ആദർശിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ശ്വാസം മുട്ടൽ പോലെ അനുഭവപ്പെടുവാണ്. അപ്പൊ ആദർശിന് കയ്യിലാണ് ഇൻഹേലറും ഇല്ല. ആദർശോട് ദൈവം ഇനി എന്ത് ചെയ്യും, ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുവാണ്, തന്നെ ഉള്ളു താനും. പെട്ടെന്നാണ് ആദർശിന്റെ ഉള്ളിലേക്ക് നയന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നേ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ശ്വാസം മുട്ടലുണ്ടായ സമയത്ത് നയനയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അന്ന് തന്നെ നയന 3-4 ഇൻഹേലർ മേടിച്ചായിരുന്നു. എന്നിട്ട് പറഞ്ഞു ഒരെണ്ണം കാറിന്റെ ഡാഷ്ബോർഡിൽ ഇരിക്കട്ടെ, ഒരെണ്ണം വീട്ടിലും ഒരെണ്ണം ലാപ്ടോപ്പിന്റെ അടുത്തും. അങ്ങനെ കാരണം എപ്പോഴേത് സമയത്ത് ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ആദർശിന് ആ കാര്യം ഓർമ്മ വന്നു. ആദർശ് ഡാഷ്ബോർഡ് തുറന്നിട്ട് അതിനകത്ത് ആ ഇൻഹേലർ എടുത്ത് വലിക്കുകയാണ്. അപ്പോഴാണ് ആദർശിന് ശ്വാസം നേരെ കിട്ടിയത്. നയനയുടെ വില അപ്പൊ തിരിച്ചറിയുമായിരുന്നു. അവളില്ലായിരുന്നെങ്കിൽ ഈ നിമിഷം താൻ എന്ത് ചെയ്തേനോ ആ ഒരു ചിന്ത ആദർശിന്റെ ഉള്ളിലുണ്ടാവുന്നുണ്ട്. എങ്ങോടാ നയന നീ പോയത്? എനിക്കിനി നിന്നെ കണ്ടെത്താതെ ഒരു വിശ്രമമില്ല, എവിടെ പോയാലും നീ ഒന്ന് തിരിച്ചു വന്നാൽ മാത്രം മതിയെന്ന് ആദർശ് ഇങ്ങനെ മനസ്സിൽ പറയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.